എട്ടാമത്തെ ദിവസം വല ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഏകദേശം മാൽദീവ്സ് ബോർഡറിൻ്റെയൊക്കെ അടുത്തായിട്ട് വരോട്ടെ. തൊട്ടടുത്തത് ചെറിയൊരു രീതിയിൽ മഴവില്ല് ഇങ്ങനെ കാണണ്ട. ഇങ്ങോട്ട് നോക്കാൻ നേരത്ത് നല്ല മഴവില്ലും അതുപോലെ തന്നെ തെളിഞ്ഞ ആകാശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മുടെ ബോട്ടിൻ്റെ അണിയത്തേക്ക് നോക്കാൻ നേരത്ത്, അതായത് പടിഞ്ഞാർക്ക് നോക്കാൻ നേരത്ത് ചെറുതായിട്ടൊന്ന് ഇരുണ്ടിങ്ങനെ നിൽക്കണ്ടിട്ട ഒരു മഴക്കും കാറ്റിനും കോളിനുള്ളൊരു വകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരുമില്ലേ നമുക്ക് നോക്കാം. എന്ത് തന്നെ ആയാലും നമ്മളത് വല കടലിലേക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, നമ്മുടെ ഗിൽ ബോട്ടിൻ്റെ ഡേ 8 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേക്ക് നമ്മൾ കടലിലേക്ക് വന്ന് വല ഇളക്കാൻ തുടങ്ങിയിട്ട് മാത്രം 8 ദിവസം ടോട്ടൽ ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8 പിന്നെ 4 ദിവസത്തെ ഓട്ടവും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ 12 ദിവസത്തോളമായി നമ്മൾ കടലിലേക്ക് വന്നിട്ടാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. മഴയത്ത് നിന്ന് വല പിടിക്കേണ്ടി വരും, അതുപോലെ തന്നെ നനയേണ്ട വരും ടോട്ടലി. അതിൻ്റെ ഇടയിൽ കാറ്റ് വന്നാൽ പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നവർക്ക് അതെ, കാറ്റ് വന്നാൽ അതിലേറെ പ്രോബ്ലം ഉണ്ടാകും. കാരണം കാറ്റ് വരുന്തോറും നമ്മുടെ തിരമാലകളുടെ ഉയരത്തിൽ ഇങ്ങനെ വ്യത്യാസങ്ങൾ വരും. ഓരോ സമയത്തും ഇപ്പം കാറ്റിൻ്റെ അളവുകൾ ഇങ്ങനെ മാറി മാറി വരും. കുറച്ച് നേരം കടലിൽ കാറ്റ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ എങ്ങനെ ആയിരിക്കുള്ളൂ കാറ്റ് വീശണം, അതിൻ്റെ ഡബിൾ ഇരട്ടി പവറിലായിരിക്കുള്ളൂ കടലിൽ കാറ്റ് വന്നിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമേ മാറിപ്പോട്ടെ കടലില്ല. നിസ്സാര നേരം മതി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള കാറ്റും മഴയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല നിലവിൽ. ഇനിയിപ്പോൾ രാത്രി തകർക്കാൻ നിൽക്കണമെന്ന് അറിയില്ല കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ വലയിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് മീനെ കിട്ടിയിട്ടാ. പക്ഷേ ഈ പ്രാവശ്യം വിടുമ്പോൾ ആ മീനുകളെല്ലാം കിട്ടണമെന്നില്ല കേട്ടോ. കാരണം ഓരോ സമയത്തും കടലിലെ വെള്ളമൊഴുക്കി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് മീനുകളും ഇങ്ങനെ മാറി മാറി നിന്നുകൊണ്ടിരിക്കട്ടെ. ചില സമയങ്ങളിൽ നമ്മുടെ ഈ ബോട്ടിലെ സ്രാങ്ക് ഈ കടലിലേക്ക് വെള്ളത്തിലേക്ക് നോക്കിക്കണ കാണാറുണ്ട്. അതെന്താണ് സംഭവം എന്ന് പിന്നീടാണ് മനസ്സിലായത്. പുള്ളിക്കാരൻ വെള്ളത്തിൻ്റെ ഒഴുക്ക് നോക്കിയാണ്ടത് മനസ്സിലാക്കുന്നത്. ഇരുട്ടായപ്പോഴേക്കും നമ്മുടെ ബോട്ടിന് ചുറ്റും വെട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ സ്കിഡുകൾ ഇങ്ങനെ ചുറ്റിനും കറങ്ങാനായിട്ട് തുടങ്ങിയിട്ടാ. കണ്ട ചെറുതായിട്ട് വലയെല്ലാം ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കടലിലേക്ക് ഇട്ട് സീ ആങ്കർ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ പാരച്യൂട്ട് ഇട്ടാ. അതായത് കടലിൻ്റെ ആങ്കർ എത്താത്ത ആഴങ്ങളുണ്ടാകും. കടലിൽ നങ്കൂരിടാൻ പറ്റാത്ത ആഴമുള്ള അത്രയും കടലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ പാരച്യൂട്ടാണ്. ഇതിനെ സീ ആങ്കർ എന്നും കൂടിയും പറയൂട്ടാ. ഇത് വെള്ളം പിടിച്ച് നിന്നൊരു കുട പോലെ വിരിയാൻ നേരത്ത് നമ്മൾ തിരിച്ച് വീഞ്ചിൽ എങ്ങനെ ഇതിനെ ബോട്ടിലേക്ക് ഏറ്റവും പലരും ചിന്തിക്കുന്നുണ്ടാവും. നമ്മിങ്ങനെ വലിക്കാൻ നേരത്ത് വെള്ളം പിടിച്ച് നിൽക്കിയിരിക്കുള്ളൂ, അപ്പോൾ ലോഡ് വരുമല്ലോ എന്ന് ചിന്തിക്കും. ഇതിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഒരു റോപ്പ് ഉണ്ട്. അതുമ്പോൾ പിടിച്ച് വലിക്കാൻ നേരത്ത് അതിൻ്റെ ബാക്ക് ഇങ്ങനെ ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പിടിച്ചിരിക്കണ നേരെ അതിൽ കൂടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പൊക്കോളൂ കേട്ടോ. പാരച്യൂട്ടെല്ലാം ഇട്ട് കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് ഇനി നേരെ കിടക്കാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞതേ കിടക്കാനായിട്ടുള്ള സെറ്റപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതൊക്കെ ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ കിടക്കണത് അല്ലേ. ഇങ്ങതാ നമ്മ പടുക്കും ഇവിടെ കിടക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിലുള്ള നക്ഷത്രങ്ങളെല്ലാം കണ്ടിങ്ങനെ സുഖസുന്ദരമായിട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, വെളുപ്പിന് വല പിടിക്കുന്ന സമയത്ത് കാണാം. ഓക്കെ, ചെറിയൊരു വെട്ടം വന്നാൽ പോലും, അതായത് ഈ ലൈറ്റൊക്കെ ഇട്ട് ഉറങ്ങാനായിട്ട് എനിക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ബോട്ടിനകത്ത് സ്രാങ്ക് എണീപ്പിക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ഫോക്കസ് ലൈറ്റ് എല്ലാം ഓൺ ആകുമ്പോഴേക്കും ഇതുങ്ങളെ രണ്ടുപേരെയും വിളിച്ച് എണീപ്പിക്കണത് ഞാനാണ്. ഏറ്റവും ആദ്യം എണീക്കണത് ഞാനാണ്. അങ്ങനെ നമ്മുടെ പാരച്യൂട്ട് നേരെ വീഞ്ചിൽ പൊക്കി നമ്മുടെ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ വല എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. റോപ്പ് ഇടുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലയിൽ കെട്ടിയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ റോപ്പ് എടുക്കുമ്പോൾ അതിന്റെ പുറകെ തന്നെ വല വരും. പക്ഷെ പാരച്യൂട്ട് ഇടുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ വല വേറെ സ്ഥലത്തും ബോട്ട് വേറെ സ്ഥലത്തായിരിക്കും കിടക്കുന്നത്. പക്ഷെ നമ്മുടെ വല എവിടെയാണ് കിടക്കണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ GPS-നകത്ത് ലൊക്കേഷൻ കാണിക്കട്ടെ. ഇതുപോലത്തെ കൊടിക്കമ്പിനകത്ത് ഓരോ വലയുടെ അറ്റത്തും റാഡർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വല എത്ര നോർത്തിലാണ്, എത്ര ഈസ്റ്റിലാണ്, എത്ര പൊസിഷനിലാണ് കിടക്കണതെന്നെല്ലാം നമുക്ക് GPS-നകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ GPS കണ്ടോ ഒരുപാട് മാർക്കിങ്. ഓരോ ബോട്ടുകളും അവരുടെ വലകളും ഉണ്ട്. ഈ കാണുന്ന ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് ഈ പ്രാവശ്യം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മഴ പയ്യെ ഇങ്ങനെ പൊടിയാനായിട്ട് തുടങ്ങിയിട്ടാ. പക്ഷെ മഴ വന്നു കഴിഞ്ഞാൽ കാറ്റ് വന്നാലും വല വലിച്ച് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കണോട്ടാ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മഴ നല്ല രീതിയിൽ മുറുകാനായിട്ട് തുടങ്ങിയിട്ടാ. വൈകുന്നേരം കണ്ട ഒരു കാരിൻ്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴങ്ങോട്ട് ഇന്ന് തകർത്തുകൊണ്ടിരിക്കേണ്ട. എന്തായാലും ആരും പ്രതീക്ഷിച്ചില്ല കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് മഴ പെയ്യുമെന്നുള്ളത്.
പക്ഷെ ഇന്നത്തെ ദിവസം നമ്മൾ വല എടുത്തത് വൈകിയാണ്. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴും വല പിടിച്ചേട്ടാ. വല പിടിച്ച് ഒരു 1-2 കട്ടാപ്പ് കയറി വന്നപ്പോഴും കുറച്ച് ചൂരയും അതുപോലെ തന്നെ 1-2 പന്നിക്കോലാൻ മാത്രമാണ് നമുക്ക് കിട്ടിയേട്ടാ. വീണ്ടും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോറും മീൻ വളരെ വളരെ കുറവാണ് നമ്മുടെ ബോട്ടിൽ വന്നുകൊണ്ടിരുന്നേട്ടാ. കാലാവസ്ഥയിലും കടലിലും തന്നെ പെട്ടെന്നുള്ള വ്യത്യാസത്തിന്റെ ഫലമായിട്ടാവാൻ ചിലപ്പോൾ നമുക്ക് ഈ മീൻ കിട്ടാത്തത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ നിൽക്കും ഇതുങ്ങള്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെളുപ്പിനാവാറായി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം പന്നിക്കോലാൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബെഡാ സൈസ് പന്നിക്കോലാൻ ഇവിടെ കിടക്കണട്ടാ. ഏകദേശം 70-75 കിലോ വരും. അപ്പൊ ഇതിനെ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്ത അതിന്റെ ബ്ലഡൊക്കെ വന്ന് ആകെ നമ്മുടെ പ്രശ്നം വരുന്നു. അപ്പൊ അതൊക്കെ യൂട്യൂബ് ഗൈഡ് ലൈൻസിനെതിരെയാണ്. അതുകൊണ്ടാണ് നമുക്കത് കാണിക്കാൻ പറ്റാൻ. ഇപ്പത്തെ അടുത്തൊരു പന്നിക്കോലാനും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ പൊക്കി നേരെ നമ്മുടെ ബോട്ടിലേക്ക് കയറ്റിയാണ്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുഴ പോലെ കിടന്നിരുന്ന കടലാണ്ട ഇപ്പൊ ചെറിയ റോളിങ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ കാറ്റിന്റെയൊക്കെ ഇരിക്കാം. കാറ്റും കോളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഇതുപോലെ നിൽക്കാൻ പറ്റത്തില്ല, മര്യാദക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ആകെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇത് നോക്കിയേ, സൂര്യൻ ഉണർന്നുട്ടാ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മൾ പോയ ചുറ്റുവട്ടത്തൊന്നും ഒരൊറ്റ ബോട്ടോ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടായില്ലട്ടാ. പക്ഷെ ഈ പ്രാവശ്യം വലയിട്ട് കൊടുത്ത് ഇഷ്ടം പോലെ ബോട്ടുകൾ നമ്മുടെ ചുറ്റിനുണ്ട്. അതിലൊരു ബോട്ട് കണ്ടത് അവിടെ കണ്ട. ഇത്രയും ഗ്യാപ്പിലൊക്കെ ആയിരിക്കുള്ളൂ ഒരു ബോട്ട് കിടക്കണം. ഏകദേശം ഒരു 1.5 ഞോട്ടിക്കൽ 2 ഞോട്ടിക്കൽ ഗ്യാപ്പൊക്കെ ഉണ്ടാവട്ടെ. ഇതേ ഒരു ജെയിൻ സ്ക്വിഡിന്റെ നിയം വന്നേക്കാണ്. അശ്വട ചെറുതായി പോലെ എനിക്ക് കറി വെച്ച് കഴിക്കായിരുന്നു. ഇത് നോക്കി അതിന്റെ ഒരു കളർ മാറിയുണ്ട്. അതാണ് അതിന്റെ ക്യാമോഫ്ലോജിക് എഫക്റ്റ് ഇട്ടാ. ഇതുപോലത്തെ കുറെ സാധനങ്ങൾ നമ്മുടെ ഈ ഡീപ് സീൽ ഇടക്ക് വരാറുണ്ട്. ജീവനുണ്ട്. തെരണ്ടി കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇന്ന് പണിയായിരിക്കുള്ളൂ. കാരണം വല മൊത്തം കറക്കി കളയാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തെരണ്ടിനെ നമുക്ക് കിട്ടിയായിരുന്നിട്ട്. നോക്കി കണ്ടോ. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിട്ടാ. ആ തെരണ്ടി നമ്മുടെ വലയിൽ കയറി വന്നതിന്റെ പിന്നാലെ വന്ന വലകളെല്ലാം പെണഞ്ഞിങ്ങനെ ചുറ്റിയാണ്ട വന്നത്. പാമ്പ് വന്ന പോലെ. അതിനകത്താണെന്നുണ്ടെങ്കിൽ 2 പന്നിക്കോലാനും കിടക്കണ്ടട്ടാ. ഒരേ സമയത്ത് 2 മീനാണ് നമ്മുടെ വലയിനകത്ത് വന്നേക്കണേട്ടാ. അപ്പൊ ഇതിനെ 2നെയും വലയിൽ നിർത്തിട്ട് കപ്പി വെച്ച് വേണം നമുക്ക് മുകളിലേക്ക് കയറ്റാനായിട്ട്. അപ്പൊ ആൽബർട്ട് നേരെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് വലയിൽ ഉടക്കി കിടക്കണ മീനെ പുറത്തിറക്കാനായിട്ട് പോയാണ്. അതിനുശേഷം നമ്മൾ റോപ്പ് ഇട്ട് കൊടുത്തിട്ട് കപ്പിയിൽ ചാമ്പി നമ്മുടെ ബോട്ടിലേക്ക് വരുന്ന ഒരു സീൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. ஆந்து கிடக்குனீங்க தட்டிவிடு, மாலை தட்டிவிடு. கரெக்ட். அந்த வாந்தி எடுத்து திருப்பு பண்ணி அப்படி திருப்பு. இது வர இது தனி இழுத்துருவாங்க. இது கப்பி அது சின்ன இதை இதுக்கான கப்பிக்கணும். கொம்பு கிடைக்கும். டைட் பண்ணுங்க. டைட் பண்ண கொம்பு அவுட்டுக்கு தட்டி விட்டு பூரா நம்மகிட்ட பூரா காதலிச்சு வெடி விடாம ஓடி அள்ளி
അങ്ങനത്തെ ഒരു പന്നിക്കോലാനെ പൊക്കി നമ്മുടെ ബോട്ടിലേക്ക് ഇട്ടിട്ട ഇനി അടുത്തതിനെ പൊക്കിയെടുക്കാൻ പോകേണ്ട. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഏകദേശം 2000 ഭാഗോളം ആഴമുണ്ട് നമ്മളിപ്പോൾ ഈ പണിയെടുക്കണ കടലിന്റെ ആഴമുണ്ട്. വല അത്രയും അടിയിലേക്ക് പോകില്ല. നമ്മൾ ഈ പണിയെടുക്കണ കടലിന്റെ ആഴമുണ്ട് 2000 ഭാഗം. അപ്പൊ ഈ 2000 ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഹൈറ്റ് ആണ്. അപ്പൊ ഈ 2000 ഭാഗം എന്ന് പറയുമ്പോൾ 2000 ആൾ ആഴമുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ചാടി ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെ ചെയ്യണത്. ഇത്രയും ആഴക്കടലിലൊക്കെ എങ്ങനത്തെ ടൈപ്പ് മീനുകളാണുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം ചെറിയ ടൈപ്പ് പല വെറൈറ്റി തൊട്ട് വലിയ ടൈപ്പ് വെറൈറ്റി സ്രാവുകൾ വരെ നമ്മുടെ ഈ കടലിലുണ്ട് കേട്ടോ. അതിൽ പലതും നമ്മുടെ ബോട്ടിനകത്ത് കിട്ടിയിട്ട് ഇങ്ങനത്തെ മീൻ വരെ ഉണ്ടാകുന്ന നമ്മൾ ചിന്തിച്ചു പോയ നിമിഷങ്ങളുണ്ട്. കാരണം അത്രയും ആഴങ്ങളിൽ, അതായത് സൺലൈറ്റ് എത്താത്ര ദൂരത്ത് വരെയും താമസിക്കണ മീനുകളെ ചില സമയങ്ങളിൽ നമ്മുടെ വലയിൽ കിട്ടാറുണ്ട്. ഇങ്ങനെയുള്ള മീനുകളുടെ ശരീരപ്രകൃതി തന്നെ വ്യത്യാസമായിരിക്കുള്ളൂ. കാരണം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതുങ്ങളുടെ കണ്ണുകളായാലും പല്ലുകളായാലും ആ രൂപം കാണുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേകതരം രാക്ഷസഭാവത്തോടുള്ള മീനുകളാണ് കൂടുതലും നമ്മുടെ ഈ സൺലൈറ്റ് എത്താത്ര ദൂരത്തൊക്കെ താമസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ മങ്ഫിഷിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. വളരെ ചെറുതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ശരീരം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേകതരം ഒരു ജീവനെ പോലെയാണ് നമുക്ക് തോന്നണേ കേട്ടോ. അങ്ങനെ അടുത്തൊരു പന്നിക്കോലാനും കൂടി നമ്മുടെ വലയിൽ വന്നിട്ടാ. ഇത് പക്ഷെ പോയില്ലെന്നുള്ള രീതിയിൽ തട്ടിപ്പോണ രീതിയിലാണ്ട് വന്നത്. അടുത്ത് വീഞ്ചിലടിക്കുമ്പോഴേക്കും മിക്കവാറും നമ്മുടെ വലയും തട്ടിപ്പോവും. വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ തട്ടിപ്പോകുന്നില്ല കേട്ടോ. പക്ഷെ ഇത് കിട്ടിയിട്ട് കുറേ നേരമായി പോയി. കാരണം ഫുള്ള് വൈറ്റ് കളറായി കിടക്കണുണ്ട. അത് നമ്മുടെ വലയിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞൊരഞ്ഞ അതിൻ്റെ ശരീരത്തിൽ ആ ഒരു ചെതമ്പലെല്ലാം പോയേണ്ട അങ്ങനത്തെ കളറാണ്. അങ്ങനെ അതിനെ പൊക്കി നമ്മൾ ബോട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതുപോലെ വലിയ മീനുകളെ കിട്ടാൻ നേരത്ത് നമ്മൾ പറയണ പേരാണ് പരുവെട്ടി എന്നാണ് പറയുന്നത്. അതായത് വലിയ മീനുകളെ കൂട്ടത്തോടെ കിട്ടണേനാണ് ഇവരങ്ങനെ പറയുന്നത് കേട്ടോ. ചൂര നമുക്ക് മുന്നേ കിട്ടിയിരുന്നു. ഇപ്പൊ കൂടുതലും കിട്ടുന്ന ഇതുപോലെ വലിയ പന്നിക്കോലാനുണ്ട്. അതുപോലെ ഒരു തെരണ്ടിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടാ. എന്തായാലും നോക്കാം, ഇനിയും 3-4 സെറ്റ് വല കയറി വരാനുണ്ട്. കുറെ നേരമായിട്ട് പന്നിക്കോലാനെല്ലാം ചത്തുവെന്നുള്ള വിഷമമായിരുന്നു പലർക്കും. ഇതൊരെണ്ണം നമുക്ക് തന്നത് ഉയിരോട് എടുക്കുന്നാണ്ട് പറയണത്. അതായത് ജീവൻ ഉണ്ടെന്നാണ് പറയണത്. അതിന്റെ അർത്ഥം ഈ അടുത്തെന്തോ ഇത് വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്തോ കുടുങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇവന്മാരിങ്ങനെ വലിയ മീനുകളെയൊക്കെ സ്രാവിന് അല്ലാത്ത സമയത്ത് ശരിക്കും കഴിക്കാനായിട്ട് ഇരയായിട്ട് കിട്ടില്ല. കാരണം ഇതൊക്കെ അത്യാവശ്യം വേഗതയിൽ പോണ മീനുകളാണ് കടലിൽ. അപ്പോൾ ഈ സ്രാവിനൊന്നും അങ്ങനെ പിടിക്കാനായിട്ട് പറ്റത്തില്ല ഇതുപോലത്തെ മീനുകൾ. അത് മാത്രമല്ല ആക്രമിക്കാനായിട്ട് നിങ്ങളുടെ കൊമ്പ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഈ സ്രാവ് എന്താണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഇങ്ങനെ വലയെ കുടുങ്ങാൻ നേരത്ത് വന്നങ്ങോട്ട് പണി കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല മാത്രമൊക്കെ വെച്ചിട്ട് ഫുള്ളോടല് കഴിച്ചിട്ട് പോട്ടെ സ്രാവുകൾ. അതായത് അതിൻ്റെ ആ ഒരു കൊമ്പിൻ്റെ ആ ഒരു ഭാഗം മാത്രം ഭക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഉടല് മൊത്തം ഈ സ്രാവ് കഴിച്ചിട്ട് പോട്ടെ. കഴിഞ്ഞ ഗിൽനെറ്റ് ബോട്ടിൻ്റെ എപ്പിസോഡിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു പന്നിക്കോലാനും അതുപോലെ കുറച്ച് സെയിൽ ഫിഷ് നമ്മുടെ ഓലക്കൊടിൻ്റെയും തല ഇതുപോലെ സ്രാവ് കടിച്ചുകൊണ്ട് പോയേക്കണം. തല മാത്രമാണ് നമുക്ക് കയറി വന്നിട്ടാ. അങ്ങനെ ആ ഒരു പന്നിക്കോലനെ പൊക്കി കയറ്റാനായിട്ടുള്ള പെടാപ്പാടാണ്ട് ഈ പറഞ്ഞത്. കാരണം ഇത് വലയെന്നെങ്ങാലും കീറിപ്പോയി കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് ചാടണം. ചത്തിടക്കണല്ലോ, ചിലപ്പോൾ താന്നും പറയാൻ പറ്റത്തില്ല. ആദ്യം കുറച്ച് മീൻ മാത്രം വന്നപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ വലയിട്ടത് മൊത്തം വെറുതെ വലിച്ചു കയറ്റേണ്ടി വരുമെന്ന്. ഈ പ്രാവശ്യം നമുക്ക് പണിയൊന്നും ഇല്ലാണ്ട് ഇന്നത്തെ വലയിടലും വേസ്റ്റ് ആവുമെന്നൊക്കെ ചിന്തിച്ചാണ്. പക്ഷേ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചറവറ വലിയ മീനുകൾ കിട്ടാനായിട്ട് തുടങ്ങിയിട്ട് അത് വളരെ നല്ലൊരു ആശ്വാസം തന്നെയാണ്. അതുപോലെ എല്ലാവർക്കും പണിയെടുക്കാനായാലും മീനൊക്കെ പൊക്കിക്കയറ്റാനായിട്ടും എന്താ ഉന്മേഷം എന്നറിയോ. അങ്ങനെ രമേശണ്ണനും കാസിയും കൂടി നമുക്ക് കിട്ടിയ ഒരു പന്നിക്കോലാൻ്റെ ഒക്കെ കുടലെടുക്കാനുള്ള ചടങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കേണ്ട. ഇഷ്ടംപോലെ പന്നിക്കോലാൻ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം വയറ് പൊളിച്ചിട്ട് അതിൻ്റെ കുടലും അതുപോലെ അതിൻ്റെ ഹാർട്ട് നമ്മൾ എടുക്കും, നമുക്കറിയോ ചിന്നാനായിട്ട്. കുടലെടുത്തിട്ട് നേരെ കളയോട്ടെ. കാരണം നമ്മൾ ഐസ് ചെയ്യാൻ നേരത്തെ ഇങ്ങനത്തെ വലിയ മീനുകളുടെ വയറിൻ്റെ ഉള്ളിലാണ് ഐസ് ചെയ്യണത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുടലെടുത്തുള്ളത്. ഒട്ടുമിക്ക വലിയ മീനുകളുടെയും കുടൽ നമ്മൾ എടുക്കോട്ടെ, എന്നിട്ടേ നമ്മൾ ഐസ് ചെയ്യാറുള്ളൂ. രാവിലെ ആണെങ്കിലും രാത്രിയാണെന്നുണ്ടെങ്കിലും മീൻ വരുമ്പോൾ ഇതുപോലെ കിടന്ന് തിളങ്ങിക്കൊണ്ടിരിക്കട്ടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പറയാം. കാരണം അത്രയും നമുക്ക് കറക്റ്റായിട്ട് വിസിബിളായിട്ട് എല്ലാം കാണാൻ പറ്റും. അധികം അഴുക്കൊന്നുമില്ലാണ്ട് നല്ല പ്യൂറായിട്ടുള്ള വാട്ടറാണ്. എല്ലാം കാണാൻ പറ്റും. അത്രയ്ക്ക് തെളിഞ്ഞിടക്കുന്ന വെള്ളമാണ്. കടലിനുള്ളിലേക്ക് വരാൻ നേരത്തിട്ടാ നമുക്കൊരു 10-60 ഭാഗമൊക്കെ വരാൻ നേരത്തെ നമുക്ക് കാണാൻ പറ്റൂട്ടാ. അങ്ങനത്തെ അടുത്തൊരു പന്നിക്കോലാൻ വന്നിട്ടുണ്ടാ. ഇന്ന് പന്നിക്കോലാൻ്റെ ഹൃദയം ഒരുപാടുണ്ടാവും. വറുത്ത് കഴിക്കാനായിട്ടും ഇഷ്ടം പോലെ പേരുണ്ടാവട്ടെ. കാരണം
ആദ്യമൊക്കെ നമുക്ക് 1-2 കിട്ടുമ്പോൾ ഇതിൻ്റെ ഹൃദയം എടുത്തിട്ട് 2-3 നേരമൊക്കെ കഴിക്കുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ ഇന്ന് ഒരുപാട് കിട്ടിക്കണതിൻ്റെ പേരിൽ ഇഷ്ടംപോലെ ഹൃദയം ഇതിൻ്റെ വയർ ക്ലീൻ ചെയ്യാൻ നേരത്തൊക്കെ കിട്ടും. അതെടുത്തിട്ട് നേരെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോണ്ടല്ലോ അത് വേറെ ലെവലായി. അത് നമ്മുടെ ചോറിൻ്റെ ഒപ്പം ഈ കഞ്ഞിയുടെ ഒപ്പം ഒക്കെ കഴിക്കാനായിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതും അത്യാവശ്യം സൈസുള്ളൊരു പന്നിക്കോലാൻ തന്നെയുണ്ട്. പന്നിക്കോലാൻ മീന എല്ലാവരും കഴിച്ചു കാണാനായിട്ട് സാധ്യതയില്ല, കാരണം ഈ മീൻ കൂടുതലും പോണ് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ മീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, മുള്ളൊന്നുമില്ല അധികം. പക്ഷേ റോസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മൾ ഈ കൂട്ടുകറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കാറില്ലേ, അങ്ങനെ വെക്കാനും പിന്നെ വറുത്ത് കഴിക്കാനൊക്കെ ഉണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റാണ്. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇത് വാങ്ങി കഴിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്. ഇത് കറി വെക്കരുത്, കാരണം ഇന്നേ വരെയും നമ്മുടെ ബോട്ടിനകത്ത് പോയിട്ട് ഇവരിത് കറി വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇവർ കൂടുതലും ഈ കൂട്ടുകറി, അതായത് ഈ റോസ്റ്റ് ചെയ്ത് ഗ്രേവി പോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് വറുത്തിട്ട് ഗ്രേവി പോലെ ആക്കലും പിന്നെ അതുപോലെ വെറുതെ മസാല ഇട്ടിട്ട് വറുത്തെടുത്ത് കഴിക്കാനൊക്കെയാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ടത്. എന്നേ വരെയും പന്നിക്കോലാൻ വെച്ച് കറി ഇവർ വെച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ല, അതുകൊണ്ടായിരിക്കാം അവർ വെക്കാത്തത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കട്ടെ. வீடியோ பார்த்தா என்ன மீனை பிரச்ச வச்சு தேய்ச்சிங்கன்னு கேட்பாங்க. இது எப்படி மனுஷன் மக்கள் திங்க முடியும்னு கேட்பாங்க. விட்டாம எல்லாம் அது கேட்கலீங்களா? ആകെ കിട്ടിയണ ചൂരിയണ കണ്ട് ബാക്കിയെല്ലാം പന്നിക്കോലാനായിരുന്നുണ്ടാ. അപ്പൊ അവര് തന്നെ ചോദിക്കണത് ഇതെന്താണ് പന്നിമടയണാന്ന്, ഇഷ്ടം പോലെ പന്നിക്കോലാനാണല്ലോ ഈ കിടക്കണേന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ അടുത്തൊരു പന്നിക്കോലാനും കൂടി വന്നിട്ടുണ്ട്. ശരിക്കും ഈ പന്നിക്കോലാന് റേറ്റ് കൂടുതലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടൈമിൽ. അപ്പൊ ഇത് കിട്ടുന്നത് നമുക്ക് ഉപകാരമാണ് സത്യത്തിൽ. വയറെല്ലാം മുറിച്ച് ക്ലീൻ ആക്കി വെച്ചേക്കണം മീനുകളെയൊക്കെ നേരെ നമ്മൾ ഇനി സ്റ്റോർ റൂമിലേക്ക് ഇറക്കാനായിട്ട് പോവുകയാണ്. കാരണം അധികം നേരം നമ്മൾ മുകളിലിടത്തില്ല. മുകളിലിട്ട് കഴിഞ്ഞാൽ ഒരു ടൈം കഴിയാൻ നേരത്ത് മീൻ ചീത്തായി പോകും. അതുകൊണ്ട് നമ്മൾ വയറെല്ലാം ക്ലീൻ ആക്കിയ മീനുകളെ അപ്പം സ്റ്റോറിലേക്ക് ഇറക്കുന്നു, ഐസ് ചെയ്യുന്നു കേട്ടോ. ദേവന്നേകനടുത്ത് ഇത് പന്നിക്കോലാനല്ലട്ടാ, ഇത് കട്ടക്കൊമ്പനാണ്. എന്തൊക്കെ പേരാണല്ലേ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് ഫിഷ് അല്ല, നമ്മുടെ മാർലിനാണ് കിട്ടിയത്. മാർലിൻ, ബ്ലാക്ക് മാർലിൻ, ബ്ലൂ മാർലിൻ എന്നൊക്കെ പറയില്ല. അതുപോലെ മാർലിൻ ഫിഷിന്റെ ഒരു മീഡിയം സൈസാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ഭൂമിനകത്ത് 70-71% വെള്ളമാണ്. അതിനകത്താണെന്നുണ്ടെങ്കിൽ ഇന്നും പല നിഗൂഢമായ കാര്യങ്ങൾ ഒളിച്ചിടക്കുന്നത് നമ്മുടെ ഈ കടലിലാണ്. എത്രയൊക്കെ വലിയ എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും നമുക്ക് കടലിലെ അടിയിലെ പല നിഗൂഢമായ സ്ഥലങ്ങളും കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്രമായിട്ടുള്ള മർദ്ദം തന്നെയുണ്ട്. ഒരു ലിമിറ്റ് വിട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. എത്ര വലിയ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കടലിനെ നമ്മൾ പേടിച്ചേ പറ്റുള്ളൂ. കാരണം കടലിന്റെ സ്വഭാവം എങ്ങനെയൊക്കെ മാറും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പന്നിക്കോലാനാണ് കൂടുതലും കിട്ടിയത്. ഇപ്പൊ ഒരു കട്ടക്കൊമ്പൻ കയറി വന്നിട്ടുണ്ട്, അതിനെ നേരെ മാറ്റി വെക്കേണ്ട. അങ്ങനെ വലയെല്ലാം കയറി അവസാന സെറ്റ് വല കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു ഭീമൻ തെരണ്ടി കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള തെരണ്ടിയാണ്. അപ്പൊ അത് ഒരുപാട് നേരമായിട്ടുണ്ടാവും. ഫസ്റ്റ് ഇട്ട കട്ടാപ്പല്ലേ, ഒരുപാട് നേരമായി വലേനെ അത് കുടുങ്ങി കിടക്കണേട്ടാ. ചത്തുന്ന് തോന്നണ്. വെള്ളത്തിലേക്ക് ചാടി റോപ്പ് കെട്ടിയിട്ടാണ് നമുക്ക് ഇതിനെ കപ്പിയിലടിച്ച് പൊക്കി കയറ്റാനിട്ടാ. അപ്പൊ ആൽബർട്ട് നേരെ കടലിലേക്ക് ചാടിയിട്ടാ.
எதுக்கு அதை இழுக்க அதை இழுக்காதுற அது இழுக்க கூடாதுல திரி ஆக்கி கூடாதுல அப்படி இழுக்குறீங்க மண்டல தண்ணி நேரு குத்தல தண்ணி வரைக்கும் അടിയോ ചിരിക്കാതെ ചിരിക്കാതെ എത്ര വലിയ മീൻ വന്നു കഴിഞ്ഞാലും റോപ്പിട്ട് കപ്പിയിൽ പൊക്കിക്കേറ്റാണ്ട് നമുക്ക് പറ്റൂട്ടാ. പിന്നെ അത്രയും നീളം ഉണ്ടെങ്കിൽ മാത്രമേ കപ്പി മോളി മുട്ടുള്ളൂ. അല്ലാത്ത സമയമൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും പൊക്കി ബോട്ടിലേക്ക് കയറ്റോട്ടെ. ജീവനുണ്ടായി എല്ലാവരും വിചാരിച്ചത് ചത്തുന്നാണ്. പക്ഷെ കുറച്ച് നേരത്തേക്കെങ്കിലും അതിന് ജീവൻ ഉണ്ടായിട്ട. കാരണം അതിന്റെ വാല് കിടന്ന് ഇങ്ങനെ പിടച്ചോണ്ടിരിക്കണ്ടായിരുന്നു. തെരണ്ടി അങ്ങനെയാണ്, പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും വലയെ കുടുങ്ങി കഴിഞ്ഞാലും ചാവാത്തൊരു മീനാണ്. അത് മാക്സിമം ആ വലയെ കിടന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി ആ വല മൊത്തം ഇങ്ങനെ ചുറ്റി പിണച്ചതിന് ശേഷം മാത്രമാണ് അത് ഗതി കെട്ട് കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നായി കഴിയുമ്പോൾ മാത്രമേ അതങ്ങനെ ഒതുങ്ങി നിന്ന് ചാവോട്ടെ. എല്ലാത്ത പക്ഷം ഇതിന്റെ ആ ഒരു ചിറക് വെച്ച് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പറന്നിങ്ങനെ രക്ഷപ്പെടാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. 60-65 കിലോ ഉള്ള അവൻ കിടന്ന് കപ്പി കിടന്ന് ഇങ്ങനെ തൂങ്ങിയിട്ട് പോലും ആ മീൻ അങ്ങനെ പൊന്തണില്ല, അനങ്ങണില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി അതിന്റെ വെയിറ്റ് എത്ര വരികയുള്ളൂ. കണ്ടു കഴിഞ്ഞപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും വർഷത്തോളം ജീവിച്ച് കറക്റ്റായിട്ട് ഞങ്ങളുടെ വലയെ വന്ന് കുടുങ്ങിയിടാണെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇതിനെ കരയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഈ ബോട്ടിലുള്ളവർക്കും പണിക്കാർക്കും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊരു സൈക്കിള് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ തെരണ്ടിട കുടലും കാര്യങ്ങളെല്ലാം എടുക്കാനുള്ള പരിപാടി നമ്മുടെ കാശ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും നല്ല കിടിലൻ കിടക്കാച്ചി എപ്പിസോഡുകൾ നമ്മുടെ ഗിൽനെറ്റിന്റെ വരാനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് വരാം. ടാറ്റാ.